സംവിധായിക ഇന്ദുലക്ഷ്മിക്കെതിരെ നിയമ നടപടിയുമായി KSFDC. സോഷ്യൽ മീഡിയയിലെ വിമർശനങ്ങൾ പിൻവലിച്ച് മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് KSFDC ചെയർമാൻ ഷാജി എൻ കരുൺ വക്കീൽ നോട്ടീസ് അയച്ചു. വേട്ടക്കാരൻ പതുങ്ങിയിരിക്കുമെന്ന് ഇന്ദുലക്ഷ്മിയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിലാണ് മാനനഷ്ടത്തിന് നോട്ടീസ് അയച്ചത്. ഇന്ദുലക്ഷ്മി സംവിധാനം ചെയ്ത ചിത്രം IFFK അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ പ്രദർശനത്തിനുണ്ട്. നോട്ടീസിന് മുന്നിൽ പ്രതികാര ബുദ്ധിയെന്ന് ഇന്ദുലക്ഷ്മി പ്രതികരിച്ചു. ബിനിൽ ലീല സാബു ഉണ്ട്. ബിനിൽ, ഒടുവിലൊരു നടപടിയിലേക്ക് വക്കീൽ നോട്ടീസ് അയക്കുന്നതിലേക്ക് ഷാജി എൻ കരുൺ നീങ്ങിയിരിക്കുന്നു. ഇന്ദുലക്ഷ്മിയുടെ പ്രതികരണം ഏതു തരത്തിലായിരുന്നു? ഇത് കുറെ നാളുകളായി ഇന്ദുലക്ഷ്മി വിമർശനം ഷാജി എൻ കരുണിനെതിരെ ഉന്നയിക്കുന്നുണ്ട്. ഇന്ദുലക്ഷ്മിയുടെ സിനിമ നീള എന്ന ചിത്രം ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിക്കുന്നതടക്കം ഷാജി എൻ കരുൺ ഇടപെട്ടു. മാത്രമല്ല, ഷാജി എൻ കരുൺ സിനിമാ മേഖലയിൽ വലിയ വൃക്ഷമായി മാറി വലിയ ഇടപെടൽ നടത്തുന്നു. ആളുകളെ വ്യക്തിപരമായി ആക്ഷേപിക്കും തുടങ്ങിയ പരാമർശങ്ങളാണ് നേരത്തെ സോഷ്യൽ മീഡിയ വഴി ഇന്ദുലക്ഷ്മി ഉന്നയിച്ചത്. മാത്രമല്ല, സിനിമാ നയരൂപീകരണ സമിതിയുടെ അധ്യക്ഷൻ കൂടിയാണ് ഷാജി എൻ കരുൺ. ആ സമിതിയിൽ നിന്ന് പുറത്താക്കണം, മാറ്റണം എന്ന നിലപാട് ഇന്ദുലക്ഷ്മി സ്വീകരിച്ചിരുന്നു. അത് സാംസ്കാരിക മന്ത്രിക്കകം പരാതി നൽകിയതാണ്. രണ്ടുപേരാണ് അതിൽ മാറ്റേണ്ടത്. ഒന്ന് മുകേഷ്, മറ്റൊന്ന് ഈ ഷാജി എൻ കരുൺ. ഇങ്ങനെ രണ്ടുപേരും മാറ്റണമെന്നാണ് ആവശ്യപ്പെട്ടിരുന്നത്. അതിൽ മുകേഷിനെ മാറ്റി, പക്ഷേ ഷാജി എൻ കരുൺ അധ്യക്ഷനായി തുടരുകയാണ് ചെയ്തത്. ഇത് ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും പലതവണ ഇന്ദുലക്ഷ്മി ഉന്നയിച്ചു. അതിനിടെയാണ് ഇപ്പോൾ വക്കീൽ നോട്ടീസ് ഷാജി എൻ കരുൺ അയച്ചിരിക്കുന്നത്. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ പോസ്റ്റുകൾ പിൻവലിച്ച് മാപ്പ് പറയണം എന്നാണ് ഷാജി എൻ കരുൺ ആവശ്യപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല, 50 ലക്ഷം രൂപ മാനനഷ്ടത്തിന് നഷ്ടപരിഹാരമായി നൽകണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ദുലക്ഷ്മി എന്തായാലും ഇതിൽ ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. അവർ പറയുന്നത് നിയമപരമായി തന്നെ മുന്നോട്ട് പോകും, പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു, അതിൽ ഒരു മാറ്റവും ഉണ്ടാകില്ല. കാരണം തനിക്ക് മോശം അനുഭവം, തന്നെ അധിക്ഷേപിക്കുന്ന രീതിയിലേക്ക് ഷാജി എൻ കരുൺ നിലപാടെടുത്തതാണ്. തനിക്ക് മാത്രമല്ല മറ്റ് പല സംവിധായകർക്കും ഇത്തരത്തിലുള്ള ദുരനുഭവം ഉണ്ട്. അത് മാധ്യമങ്ങളിൽ പറഞ്ഞിട്ടില്ല, പക്ഷേ മന്ത്രിക്ക് നൽകിയ പരാതിയിൽ ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു തരത്തിലും പിന്നോട്ട് പോകില്ല എന്നാണ് ഇന്ദുലക്ഷ്മി പറയുന്നത്. മാത്രമല്ല, നിയമപരമായി മുന്നോട്ട് പോകുമെന്നും ഇന്ദുലക്ഷ്മി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇതിൽ മറ്റാരുടെങ്കിലും പ്രതികരണങ്ങൾ കൂടി വരുന്നുണ്ടോ ബിനിൽ? ഇപ്പോ ഈ സർക്കാരിന്റെ അടക്കം പരാതിപ്പെട്ടിട്ടുണ്ടല്ലോ ഇന്ദുലക്ഷ്മി. തീർച്ചയായിട്ടും കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. കാരണം കൂടുതൽ ആളുകൾ ചലച്ചിത്രമേള തിരുവനന്തപുരത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് ആദ്യ ദിവസമാണ്. നാളെ ഈ ഇന്ദുലക്ഷ്മിയുടെ ചിത്രം അപ്പുറം എന്ന ചിത്രം ഇതിൽ അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. അതിനായിട്ടാണ് അവർ തിരുവനന്തപുരത്തേക്ക് എത്തുകയും ചെയ്തത്. അവർ പറയുന്ന കാര്യം തനിക്ക് മാത്രമല്ല ഈ പരാതിയുള്ളത്. മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞില്ലെങ്കിലും പല ആളുകളും പല സംവിധായകരും ഇത്തരത്തിൽ ഷാജി എൻ കരുണിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. സിനിമാ മേഖലയിലെ സിനിമാ പ്രവർത്തകരടക്കം നേരത്തെ പരാതിയുമായി രംഗത്ത് വന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അത്തരത്തിലുള്ള ആളുകളുടെ കൂടുതൽ പ്രതികരണങ്ങൾ പ്രത്യേകിച്ച് ചലച്ചിത്രമേള നടക്കുമ്പോൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ ഷാജി എൻ കരുൺ ഒരു പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടി കാത്തിരിക്കുകയാണ്. ശരി ബിനിൽ. സോഷ്യൽ മീഡിയയിലെ വിമർശനത്തിൽ സംവിധായിക ഇന്ദുലക്ഷ്മിക്കെതിരെ ഇപ്പോൾ നിയമ നടപടിക്ക് പോയിരിക്കുന്നു ഷാജി എൻ കരുൺ. തനിക്കെതിരായ പരാമർശങ്ങൾ പിൻവലിച്ച് മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് ചെയർമാൻ ഷാജി എൻ കരുൺ ഇന്ദുലക്ഷ്മിക്ക് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ഇന്ദുലക്ഷ്മിയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ഉണ്ടായിരുന്നു. ഈ ഒരു പോസ്റ്റിന്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ഇപ്പോൾ മാനനഷ്ട കേസിന് നോട്ടീസ് അയച്ചിരിക്കുന്നത്. മാത്രമല്ല, നാളെ ഇന്ദുലക്ഷ്മിയുടെ സിനിമ അത് IFFK വേദിയിൽ പ്രദർശനത്തിനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു നടപടി KSFDCയുടെ നടപടി ഏത് തരത്തിലൊക്കെ ബാധിക്കപ്പെടുമെന്നുള്ളത് കണ്ടറിയേണ്ടതാണ്. ബിനിൽ തുടരുന്നു. ബിനിൽ, ഇപ്പോൾ ഈ ബിനിൽ ലീല സാബു ആണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ഇന്ദുലക്ഷ്മിയുടെ പ്രതികരണം അനുസരിച്ച് ഷാജി എൻ കരുണിൻ്റെത് പ്രതികാര ബുദ്ധി എന്നാണ് ഇന്ദുലക്ഷ്മി പറയുന്നത്. ഒപ്പം തന്നെ ലീഗൽ നോട്ടീസിന് മുന്നിൽ പ്രതികാര ബുദ്ധിയാണ്. തന്റെ പരാമർശങ്ങളിൽ നിന്ന് ഒരിക്കലും പിന്മാറില്ല, ശരിയെന്ന് ബോധ്യമുള്ള കാര്യങ്ങളാണ് താൻ പറഞ്ഞതെന്നും ഭീഷണിപ്പെടുത്തി വായടപ്പിക്കാൻ ആർക്കും കഴിയില്ല എന്നും ഇന്ദുലക്ഷ്മി പറയുന്നുണ്ട്. ഇപ്പോൾ നമുക്കിപ്പം ഇന്ദുലക്ഷ്മി തന്നെ ചേരുന്നുണ്ട്, സംവിധായിക. ഇന്ദുലക്ഷ്മി, ഇപ്പോൾ നോട്ടീസ് വന്നിട്ടുണ്ട്, നിയമ നടപടിയിലേക്ക് കടന്നിട്ടുണ്ട് ഷാജി എൻ കരുൺ. എന്താണ് താങ്കളുടെ പ്രതികരണം? അതിന്റെ ലീഗൽ നോട്ടീസിന്റെ പ്രോപ്പർ കോഴ്സ് ഓഫ് ആക്ഷൻ അത് അഡ്വക്കേറ്റ് എന്തായാലും റെസ്പോണ്ട് ചെയ്തോളും. പക്ഷെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരു വശത്ത് വനിതാ ശാക്തീകരണം എന്ന് പറയുമ്പോഴും ഇത്തരത്തിലുള്ള ടാർഗറ്റിങ്ങുകൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. കാരണം നിള 2022 മുതൽ 23 വരെ ആ ഡ്യൂറേഷനിൽ ചെയ്തൊരു സിനിമയാണ്. 21 to 23 ചെയ്ത സിനിമയാണ്. അതിന്റെ ഒരു ഗോസ്റ്റുകൾ ഇപ്പോഴും എന്നെ പിന്തുടരുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവാണ്. കാരണം അതിന്റെ ബുദ്ധിമുട്ടുകൾ സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഇപ്പോഴും ഹരാസ് ചെയ്യുന്നു എന്നുള്ളതിന്റെ ഒരു എവിഡൻസ് ആയിട്ടാണ് എനിക്ക് പറയാനുള്ളത്.
നമ്മളെപ്പോഴും പറയും വിമൻസ് സ്ത്രീ അല്ല, ഇതിപ്പോ ഈ സംവിധായകരില്ല ഷാജി എൻ കരുണിന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഒരു പ്രതികാര ബുദ്ധിയായി തന്നെ കരുതാമോ? എന്റെ കോമൺ സെൻസിന് അത് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. കാരണം എല്ലായ്പ്പോഴും നമ്മുടെ എന്തെങ്കിലും ഇപ്പൊ നിളയുടേതാണെങ്കിലും ഒരു ഇമ്പോർട്ടന്റ് ഒരു ജങ്ക്ചർ വരുമ്പോൾ മാനസികമായിട്ട് നമ്മളെ തളർത്താനുള്ള എന്തെങ്കിലുമൊക്കെ മൂവ്സ് KSFDC ഭാഗത്തു നിന്നും ചില വ്യക്തികളിൽ നിന്നും നമുക്ക് ഉണ്ടായിട്ടുണ്ട്. മാനസികമായിട്ടും അത് തകർക്കുമ്പോൾ നമ്മൾ ഡിസോറിയന്റഡ് ആവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അത് ചെയ്യുന്നത്. ഇപ്പൊ അടുത്ത സിനിമ ചെയ്ത് അത് മത്സര വിഭാഗത്തിൽ എത്തുമ്പോഴും എനിക്കിത് നേരിടേണ്ടി വരികയും ഇതിനെക്കുറിച്ച് ആ ഒരു ട്രോമ ഓർത്ത് പറയേണ്ടി വരികയും ചെയ്യുന്നത് തന്നെ എനിക്കൊരു ബുദ്ധിമുട്ടാണ്. നാളെ സ്ക്രീനിങ് നടക്കുമ്പോൾ എൻ്റെ ടീം മെമ്പേഴ്സ് എല്ലാവരും ഇവിടെ ഉണ്ട്. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിൽ നിൽക്കുമ്പോൾ എനിക്കിപ്പോഴും അതെ, തീർച്ചയായും നാളെ സിനിമ പ്രദർശനത്തിന് വേണ്ടി വരികയാണ്. അപ്പോൾ ഈ ഒരു നിയമ നടപടിയും കാര്യങ്ങളും ഒക്കെ ഏതെങ്കിലും തരത്തിൽ ഇതിനെ ബാധിക്കുമെന്ന് അങ്ങ് ഭയപ്പെടുന്നുണ്ടോ? ഒരിക്കലും ഭയപ്പെടുന്നില്ല. കാരണം ഞാൻ ഒരിക്കലും അസത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. 100% എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള വാക്കുകൾ തന്നെയാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റുകളിലും ഞാൻ എഴുതിയിട്ടുള്ള റിപ്പോർട്ടുകളിലും ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് അതിലെനിക്ക് സംശയമില്ല. കാരണം അത് ആസ് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ ഐ ഹാവ് എവറി റൈറ്റ് ടു വോയിസ് ദ ഇഷ്യൂസ് വിച്ച് ഐ ഹാഡ്. അതിന് ഞാൻ ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യാണ്. ശരി, വളരെയധികം നന്ദി ഇന്ദുലക്ഷ്മി പ്രതികരിച്ചതിന്. സംവിധായിക ഇന്ദുലക്ഷ്മിയുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. ഇന്ദുലക്ഷ്മിയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെ ഇപ്പോൾ മാനനഷ്ടത്തിന് നോട്ടീസ് അയച്ചിരിക്കുകയാണ് ഷാജി എൻ കരുൺ. അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ് ബിനിൽ ലീല സാബു തിരുവനന്തപുരത്ത് നിന്ന് പങ്കുവച്ചത്. ഒപ്പം അതിൻ്റെ പ്രതികരണങ്ങൾ നൽകുകയായിരുന്നു ഇന്ദുലക്ഷ്മി.